Hi friends, welcome back to our channel Hexcent Private Limited. So, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞതായിട്ട് ചെയ്തു വന്നിരുന്നത് പൈത്തൺ ജാങ്കോ ഫ്രെയിംവർക്കിലുള്ള ഒരു പ്രോജക്റ്റ് സീരീസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോജക്റ്റിലെ ഏറെക്കുറെ നമ്മൾ വ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ URLസും സെറ്റ് ചെയ്തിരുന്നു. അതിന്റെ ബാക്കി പോർഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ യൂസ്ഫുൾ ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഉറപ്പായിട്ടും. ബിഗിനേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ചിരുന്നതിന്റെ ബാക്കി പോർഷൻസ് ആണ് നോക്കുന്നത്. നമ്മൾ HTML ടെംപ്ലേറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള വ്യൂസും ക്രിയേറ്റ് ചെയ്തിരുന്നു. വ്യൂസ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ URLസും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒക്കെ റൺ ചെയ്ത് വരുന്നത് നമ്മൾ പ്രോജക്റ്റ് റൺ ചെയ്ത് നോക്കുകയും ചെയ്തിരുന്നു. സോ നമുക്കിനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മൾ അന്നേരം പറഞ്ഞു നമ്മുടെ പ്രോപ്പറായിട്ട് കാര്യമായിട്ടൊന്നും നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചിരുന്നില്ല നമ്മുടെ HTML ഫയലിൽ. നമുക്ക് ജസ്റ്റ് ഇനി ഒന്ന് നൗ ബാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ജസ്റ്റ് വെബ്സൈറ്റ് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഈ HTML ഫയൽസിൽ ഒന്ന് കണ്ടന്റ്സ് ഒക്കെ കൊടുക്കുന്നതിനായിട്ട് ഞാൻ അതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ കോമൺ ആയിട്ട് വരുന്ന കണ്ടന്റുകൾ നമ്മൾ ഒരു പ്രത്യേക HTML ഫയലിലാക്കിയിട്ട് ആ HTML ഫയലിനെ നമ്മൾ ബാക്കിയുള്ള ഫയൽസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് കോമൺ ആയിട്ടുള്ള വരുന്ന കണ്ടന്റ്സുകൾ നമ്മൾ ഒരു HTML ഫയലിലാക്കും, ബാക്കിയുള്ള കണ്ടന്റ്സിനെ ഓരോ ബ്ലോക്ക് കണ്ടന്റുകളായിട്ട് മാറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ ഞാൻ ടെംപ്ലേറ്റ് ഫോൾഡറിൽ വന്നിട്ട് പുതിയതായിട്ട് ഒരു ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ എന്തെങ്കിലും പേര് കൊടുക്കാം. ഞാൻ തൽക്കാലം base.html എന്നൊരു പേര് കൊടുത്തു. ഇതിലാണ് ഞാൻ എൻ്റെ കോമൺ ആയിട്ട് എൻ്റെ സൈറ്റിൽ വരാൻ പോകുന്നത് ഫൂട്ടർ അല്ലെങ്കിൽ നൗബാർ ഒക്കെ ഉള്ള പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ തൽക്കാലം നൗബാർ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇതില് കോമൺ ആയിട്ട് വരുന്നത് നൗബാർ ആയതുകൊണ്ട് ഞാൻ ഇതില് എന്റെ base.html ഫയലില് നൗബാറിന്റെ കോഡാണ് കൊടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്കൊരു നോർമൽ HTML ബോയിലർ ടെംപ്ലേറ്റ് എടുക്കാം. ഞാൻ ഇതിന്റെ പേര് ടൈറ്റിൽ ഞാൻ തൽക്കാലം ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ base.html ആണ് നമ്മൾ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ടൈറ്റിലിനെ നമ്മൾ അതായത് ഓരോ പേജിന്റെയും ടൈറ്റിൽ ഡിഫറെന്റ് ആയിരിക്കും. സോ ടൈറ്റിലിനെ നമ്മളൊരു ബ്ലോക്ക് ആയിട്ട് തിരിക്കാൻ പോകുന്നു. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ വരുന്ന കണ്ടന്റുകൾ ഓരോ പേജിലും വരുന്ന കണ്ടന്റുകൾ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നവബാർ മാത്രമായിരിക്കുമല്ലോ കോമൺ ആയിട്ട് ഉണ്ടാവുക. അത് നമ്മൾ base.html കൊടുക്കുന്നു. ബാക്കിയുള്ളതിനെ നമ്മൾ ഓരോരോ ബ്ലോക്ക് കണ്ടന്റുകളായിട്ട് തിരിക്കുന്നു. അപ്പം ഇത് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ അവിടെ നമ്മുടെ ബാക്കിയുള്ള HTML ഫയൽസിലും മെൻഷൻ ചെയ്തതിന് ശേഷം ആ ബ്ലോക്ക് ടാഗിനുള്ളിൽ നമുക്ക് കണ്ടന്റ് എഴുതി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് അതിനായിട്ട് നമ്മൾ ബൂട്ട്സ്ട്രാപ്പിന്റെ ഒരു നവബാർ ആണ് കൊടുക്കാൻ പോകുന്നത്. അത് നമുക്കിവിടെ ബോഡിക്കുള്ളിൽ കൊടുക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നവബാർ ആണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമുക്ക് ഇനി അതിനെ കസ്റ്റമൈസ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പൊ ഞാനിവിടെ ഒരു നവബാറിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നവബാർ കിട്ടണമെങ്കിൽ എനിക്ക് ബൂട്ട്സ്ട്രാപ്പിന്റെ കുറച്ച് ലിങ്കുകളുടെ അല്ലെങ്കിൽ CDNസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ആ CDNസും ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ അതുകൂടി ഇവിടുന്ന് കോപ്പി ചെയ്ത് എൻ്റെ ഹെഡ് ടാഗിനുള്ളിൽ ടൈറ്റിലിന്റെ താഴെയായിട്ട് ഹെഡ് ടാഗിനുള്ളിൽ ഞാൻ അതും കൊടുത്തിട്ടുണ്ട്. നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുക്കാം. CDNs അതേപോലെ ഇവിടെ നമുക്ക് നവബാർ സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞു നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ base.html കൊടുക്കുന്നത്. ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഓരോ ഫയൽസിനും അല്ലെങ്കിൽ ഓരോ പേജിനും ഡിഫറെന്റ് ആയിരിക്കും. സോ നമുക്ക് ടൈറ്റിലിനെ ഒരു ഇതാക്കാം, ടൈറ്റിലിനെ ഒരു ബ്ലോക്ക് കണ്ടന്റ് ആക്കാം, ഒരു ബ്ലോക്ക് ആക്കി മാറ്റാം. ബ്ലോക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ പ്രോജക്റ്റിന് മനസ്സിലാവുന്ന ഒരു ഫോർമാറ്റിൽ കേളി ബ്രേസസ്
പെർസെൻറ്റേജ് ബ്ലോക്ക് ടൈറ്റിൽ എന്നാണ് കൊടുക്കാൻ പോകുന്നത്. ബ്ലോക്ക് ടൈറ്റിൽ ഇത്തരത്തിൽ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് എൻഡ് ചെയ്യിപ്പിക്കുകയും വേണം. എൻ്റർ അടിക്കുന്നു. ഇതിനെ നമുക്കൊന്ന് എൻഡ് ചെയ്യിപ്പിക്കാം. എൻഡ് ബ്ലോക്ക് ഒന്ന് കൊടുത്ത് എൻഡ് ചെയ്യിപ്പിക്കാം. സോറി, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതാത് പേജുകളിൽ നമ്മൾ ഈ ഒരു ബ്ലോക്ക് ടാഗ് കൊണ്ടിട്ടിട്ട് നമുക്ക് അതിനുള്ളിൽ ആവശ്യമുള്ള കണ്ടന്റുകൾ കൊടുത്താൽ മതിയാവും. അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ ഇങ്ങനെ നമുക്ക് ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് ടാഗ് ക്രിയേറ്റ് ചെയ്തിടാം. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ നാവ് ബാർ കൊടുത്തിട്ടുണ്ട്. ഈ നാവ് ബാറിൽ നമുക്ക് ഈ നാവ് ബാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓരോ പേജിലും വരുന്ന കണ്ടന്റുകൾ ഡിഫറെന്റ് ആയിരിക്കും. സോ നമുക്ക് ആ കണ്ടന്റിന് വേണ്ടിയിട്ടും ഒരു ബ്ലോക്ക് ടാഗ് ക്രിയേറ്റ് ചെയ്തിടാം. അതിനെ നമ്മൾ ബ്ലോക്ക് കണ്ടന്റ് എന്നാണ് കൊടുക്കാൻ പോകുന്നത്. ബ്ലോക്ക് കണ്ടന്റ് ബ്ലോക്ക് കണ്ടന്റ് എന്ന് കൊടുക്കുന്നു. അതിനെ നമുക്ക് എൻഡ് ചെയ്യിക്കാം. എൻഡ് ബ്ലോക്ക് എന്ന് കൊടുക്കുന്നു. എൻഡ് ചെയ്യിപ്പിക്കുന്നു. ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു നാവ് ബാറിനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റാം. നമ്മുടെ വെബ്സൈറ്റിന്റെ നെയിം നമുക്ക് ലൈക്ക് ഈവൻസ് എന്ന് കൊടുക്കുന്നു. ഞാൻ ഈവൻസ് എന്നാണ് ഞാൻ വെബ്സൈറ്റിന് നെയിം കൊടുക്കാൻ പോകുന്നത്. അതേപോലെ ഹോം, അടുത്തത് നമുക്ക് നാവ് ബാർ ഒന്ന് എബൌട്ട് ആക്കാം. ഈവൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ വേണം. അതേപോലെ നമുക്ക് ഒരു കോണ്ടാക്ട് കൂടി വെക്കാം. നമുക്കൊരു കോണ്ടാക്ട് കൂടി വെക്കാം. വേണമെങ്കിൽ നമുക്ക് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് മറ്റൊരു നാവ് ലിങ്ക് കൂടി വെക്കാം. ഓക്കെ, ബാക്കി സൈനപ്പും ലോഗിനുമാണ്. അത് നമുക്ക് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോം പേജിൽ വരേണ്ടത്. എല്ലാ പേജിലും ഇതാണ് നമുക്ക് വരേണ്ടത്. സോ നമ്മൾ ഇനി ഈ ഒരു base.html എന്ന് പറഞ്ഞ ഫയലിനെ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ HTML ഫയൽസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഞാൻ ഇവിടെ ഈ ഹോം മാറ്റിയിട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു. അതേപോലെ തന്നെ നമ്മൾ ഫോർമാറ്റ് കൊടുക്കുന്നു. എക്സ്റ്റെൻസ് സിംഗിൾ കോട്ട്സിൽ നമുക്ക് base.html എന്ന് കൊടുക്കാം. നമ്മുടെ ഫയൽ നെയിം അതാണ്, base.html എന്ന് കൊടുക്കുന്നു. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ടൈറ്റിലിന്റെ ബ്ലോക്ക് ടാഗ് കൊടുക്കാം. ടൈറ്റിലിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ബ്ലോക്ക് ടൈറ്റില് അത് കൊടുക്കാം. നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹോം ആണ് വരേണ്ടത്. സോ നമുക്ക് ഹോം എന്ന് കൊടുക്കാം. ഹോം എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ ആവശ്യമുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് കണ്ടന്റ് ആണ്. അപ്പോൾ അത് കൊടുക്കാം. അതിൽ തൽക്കാലം ഞാൻ ഹോം എന്ന് തന്നെയാണ്, ഹോം പേജ് എന്ന് തന്നെ കൊടുക്കുന്നു. ഇതിൽ ആവശ്യമുള്ള കണ്ടന്റ് നമുക്ക് പിന്നീട് കൊടുക്കാം. ഹോം പേജ് എന്ന് കൊടുക്കുന്നു. ഇതേപോലെ നമുക്ക് എല്ലാ HTML ഫയൽസിലും ഇതേപോലെ കൊടുക്കാം. ഇൻഡെക്സ് നെക്സ്റ്റ് നമുക്ക് എബൌട്ടിൽ കൊടുക്കാം. നമ്മൾ base.html നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഹോം മാറ്റിയിട്ട് നമുക്ക് ഇവിടെ എബൌട്ട് ആക്കി കൊടുക്കാം. ഇത് നമുക്ക് എബൌട്ട് പേജ് എന്നാക്കി കൊടുക്കാം. അടുത്തത് നമുക്ക് നമ്മുടെ ബുക്കിംഗ് പേജിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ബുക്കിംഗ് പേജ് ആണ്. ബുക്കിംഗ് എന്ന് കൊടുക്കുന്നു. എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ തൽക്കാലം ബുക്കിംഗ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം കണ്ടന്റ് ജസ്റ്റ് ബുക്കിംഗ് പേജ് എന്ന് കൊടുക്കുന്നു. അടുത്തത് നമുക്ക്
കോണ്ടാക്ട് കൊടുക്കാം. കോണ്ടാക്ട് പേജ് എന്ന് കൊടുക്കാം. ഇവന്റ്സ് കൊടുക്കാം. ഇത്ര ഫയൽസ് ആണ് നമുക്ക് HTML ഫയൽസ് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ പ്രോജക്റ്റിനെ ഒന്ന് റൺ ചെയ്ത് കൂടി നോക്കാം. പ്രോജക്റ്റിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ബ്രൗസറിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൊടുത്ത നാവ് ബാർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഹോം, ഇവിടെ നമുക്ക് നമ്മൾ ലിങ്ക് ഒന്നും URL ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. അവിടുന്ന് കിട്ടില്ല. സോ നമുക്ക് എബൌട്ട് പേജ് വന്നിട്ടുണ്ട്. അതേപോലെ ഈവന്റ് പേജ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ പേജുകളും നമ്മൾ നേരത്തെ തന്നെ നോക്കിയിരുന്നു. നമ്മുടെ URL കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് നമ്മുടെ base.html ബുക്കിംഗ് ആണ് ലാസ്റ്റ് ഉള്ളത്. അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഓക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ നമുക്ക് പതിയെ കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നാവ് ലിങ്കുകൾക്ക് അതിന്റെ hrefകളിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള URL പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമുക്കത് നാവിഗേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ പേജിലേക്ക് റീഡയറക്റ്റ് ആവും. അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ URLs ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വ്യൂസിന് വേണ്ടിയിട്ടുള്ള എൻഡ് പോയിന്റും കാര്യങ്ങളും നെയിം ഒക്കെ കൊടുത്ത് നമ്മൾ URL സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നെയിം വെച്ചിട്ടാണ് നമ്മൾ ഇനി അവിടേക്ക് URL പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അത് ഏത് രീതിയിൽ കൊടുക്കാം, എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ പറയുന്ന ഒരു രീതിയാണ് നമ്മുടെ ജിഞ്ച ഫോർമാറ്റിൽ നമ്മുടെ പ്രോജക്റ്റ് മനസ്സിലാവുന്ന ഫോർമാറ്റ് ആണ്. അതിൽ നമ്മൾ കേളി ബ്രേസസ് പെർസെന്റേജ് ഇതിന്റെ ഉള്ളിൽ URL, അതിനുശേഷം സിംഗിൾ കോഡ്സിൽ നമ്മൾ എന്താണോ വ്യൂസിന്റെ ആപ്പിന്റെ URLസിൽ ഈ നെയിം പോർഷനിൽ കൊടുത്തേക്കുന്നത്, ഈ നെയിം പോർഷനിൽ എന്താണോ കൊടുത്തേക്കുന്നത് ആ നെയിം ആണ് നമ്മൾ ആ സിംഗിൾ കോഡ്സിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത്. സോ നമ്മുടെ ബേസിൽ വന്നിട്ട് ഇവിടെ നെയിമിനുള്ളിൽ ഇത് എബൌട്ടിന്റെ ആണ്, ഞാൻ എബൌട്ട് എന്ന് കൊടുത്തു. ഇങ്ങനെ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ URL കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നാവിഗേഷൻ ലിങ്കിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിലേക്ക് പോകും, ആ പേജിലേക്ക് പോകും. അതേപോലെ നമുക്ക് എല്ലാ പേജിന്റെ ഒന്ന് കൊടുക്കാം. ഈവൻസ് എന്നാണ് ഞാൻ നെയിം കൊടുത്തിരുന്നത്. ബുക്കിംഗ്, അതേപോലെ കോണ്ടാക്ട്, കാര്യം എത്രയാണ് നമുക്കുള്ളത്. നമുക്ക് അന്നേരം ഇതൊന്ന് നോക്കാം. കറക്റ്റ് ആയിട്ട് നമുക്ക് അത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ എബൌട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു ഇത് മാറിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലിങ്കും ഈ ഒരു പാത്തും, ഇതും അതിന്റെ പാത്താണ്, ഈ പാത്തും നമുക്ക് കൊണ്ടുവന്ന് നമ്മളിപ്പോ URL കൊടുത്തേക്കുന്നിടത്ത് ഈ ഒരു പാത്തും കൊടുക്കാം. ഇവിടെ പാത്ത് മാറുന്നുണ്ട്. ബുക്കിംഗ്, കോണ്ടാക്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമ്മുടെ HTML ഫയൽസിനെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തും അതേപോലെ തന്നെ ബ്ലോക്ക് കണ്ടന്റുകൾ എങ്ങനെ യൂസ് ചെയ്യാം, ബ്ലോക്ക് ടാഗുകൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നും നമ്മൾ നോക്കി. അതിന്റെ URLും കാര്യങ്ങളും കൊടുത്തു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ തന്നെ വീഡിയോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.